US സംഘർഷം രൂക്ഷമാവുകയാണ്. പലതവണ ഇറാനെ ആക്രമിക്കുമെന്ന ഭീഷണി ട്രംപ് മുഴക്കിയെങ്കിൽ പോലും ഇതുവരെയും ഒന്ന് തൊടാൻ പോലും ട്രംപ് അവിടെ മുതിർന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ മിഡിൽ ഈസ്റ്റിലാകട്ടെ എന്തിനും സുസജ്ജമായി തന്നെ ട്രംപിന്റെ സൈന്യം അവിടെ കാതോർത്തിരിക്കുകയാണ്. ഏകദേശം 3 യുദ്ധക്കപ്പലുകൾ, അതുപോലെ തന്നെ 50-ലധികം യുദ്ധവിമാനങ്ങൾ അടക്കമാണ് ഇപ്പോൾ അവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഉടൻ തന്നെ ഇറാൻ ഒരു കരാറിലെത്തിയാൽ അവരെ തങ്ങൾ ആക്രമിക്കാൻ മുതിരില്ല എന്നതായിരുന്നു വൈറ്റ് ഹൗസ് നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ജനീവയിൽ നടന്ന ചർച്ച മുമ്പത്തേക്കാൾ ശുഭകരമായ വാർത്തകളാണ് നൽകുന്നത് എന്നതായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാക്ചി ഇതിനോടായി തന്നെ പ്രതികരിച്ചത്. എന്നാൽ ട്രംപ് ആകട്ടെ ലക്ഷ്യം വെക്കുന്നത് ഇറാനിലെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ കൂടുതൽ സംഘർഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. ട്രംപ് ഇപ്പോൾ നിലവിൽ പല രീതിയിലും ഇറാനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അവിടെ ഇറാനികളെ അവരുടെ ഉള്ളിലേക്ക് കൂടുതലായി തന്നെ വിഷം കുത്തി നിറച്ചുകൊണ്ട് ഖമേനിക്കെതിരെ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള പദ്ധതിയാണ് മെനയുന്നത്. കാരണം ചർച്ചകൾക്കിടയിൽ ഇറാൻ കൊമ്പുകോർക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ട്രംപിനാകട്ടെ വിപരീതമായ മറുപടിയാണ് അവരുടെ പക്കൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കൂടുതൽ നിരാശനായ ട്രംപ് ആകട്ടെ എങ്ങനെ ഇറാനിൽ അശാന്തിയുടെ വിത്തുകൾ വിതയ്ക്കാം എന്നത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത്. ഇറാൻ പോലുള്ള രാജ്യത്ത് ട്രംപ് ആക്രമിക്കാൻ മുതിരുന്നത് അത് തന്നെ മറ്റൊരു നാശത്തിലേക്കുള്ള വഴി തെളിക്കുകയാണ് എന്നതാണ് ഇവിടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ ആകട്ടെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറല്ല എന്ന് തന്നെ ഇവിടെ തറപ്പിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിൽ തന്നെ തങ്ങളുടെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ അവിടെ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭൂഗർഭ ബങ്കറുകളാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ എന്നതാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ വിശകലനം അതുപ്രകാരമാണ് അവിടെ നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളെ വേഗത്തിൽ അവിടെ ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത്. അതായത് അതിന്റെ തിരക്കിലാണ് അവർ എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ അവിടെ പാർച്ചിൽ സൈനിക സമുച്ചയത്തിലെ പുതിയ തലേഗൻ 2 എന്ന കേന്ദ്രം മണ്ണുപയോഗിച്ചതുകൊണ്ട് തന്നെ പൂർണ്ണമായി മൂടാനുള്ള നടപടികൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ നടത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടെഹ്റാനിൽ നിന്ന് ഏകദേശം അവിടെ 30 കിലോമീറ്റർ തെക്ക് കിഴക്കായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിന്റെ ഫെബ്രുവരി 13 ലഭിച്ച ചിത്രങ്ങൾ പ്രകാരം പ്രധാന ഘടനയ്ക്ക് ചുറ്റും കോൺക്രീറ്റ് കവചം നിർമ്മിച്ചതായി തന്നെ കാണാൻ സാധിക്കുന്നു. വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം അത് നൽകുന്നതിനായി തന്നെ ഈ കോൺക്രീറ്റ് അത് ഉറപ്പിച്ചതിന് ശേഷം കുന്നുകളിൽ നിന്ന് വലിയ തോതിൽ മണ്ണ് ഇതിനായി തന്നെ മുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഇവിടുത്തെ പരിമിതമായ പ്രവേശന കവാടങ്ങൾ ഒഴികെ ബാക്കി ഭാഗങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ബങ്കറുകളായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇതിലൂടെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നതായി തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.